എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോ അനാലിസിലേക്ക് സ്വാഗതം. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് പ്രൊഫൈൽ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് കുറച്ച് പോസിറ്റീവിൽ മൂവ് ചെയ്യുന്നു. നമ്മുടെ നിഫ്റ്റിയുടെ ക്ലോസിങ് വളരെ ബാഡ്ലി പൊസിഷനിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി അതായത് ഓപ്പൺ അറ്റ് 1 എൻഡ്, ക്ലോസ് അറ്റ് ഡൗൺവേർഡ് എൻഡ്, ഏറ്റവും ലോ അടുപ്പിച്ചാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു സെല്ലറിൻ്റെ കയ്യിലാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ നിഫ്റ്റിയുടെ ചാർട്ട് പ്രകാരം നമുക്ക് കുറച്ച് വീക്ക് ആക്ഷൻ ഉണ്ട്. 2 ആക്ഷൻസ് നമുക്ക് ഓപ്പൺ ആണ്. അത് ഞാൻ നിഫ്റ്റിയുടെ ചാർട്ട് വീഡിയോയിൽ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മല്ലു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലാണ്. കാരണം നമ്മളെ ബാങ്ക് നിഫ്റ്റി നാളെ എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് ആദ്യമേ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്യുവർലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. ആ ബാലൻസ്ഡ് പ്രൊഫൈൽ ഇന്നലത്തെ പ്രൊഫൈലിൻ്റെ അകത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത് ഇൻസൈഡ് പ്രൊഫൈൽ എന്ന് പറയാം. ബാലൻസ്ഡ് പ്രൊഫൈൽ വിച്ച് ഈസ് ഇൻസൈഡ് ദി പ്രീവിയസ് ഡേ പ്രൊഫൈൽ. അതുകൊണ്ട് ഇതൊരു ഒരു ബാലൻസായി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 2 സിനാരിയോ ഇവിടെ ഓപ്പൺ ആണ്. അപ്പർ സിനാരിയോ, ഡൗൺവേർഡ് സിനാരിയോ. നമ്മൾക്കറിയാമല്ലോ, മോളോട്ടോ അല്ലെങ്കിൽ താഴോട്ട് എവിടെ വരെ പോകും, അതാണ് നമുക്കറിയേണ്ടത്. സോ ഇന്നത്തെ POC ആയ 46,560 അതൊരു നമ്മളൊരു ബ്രെഡിൻ്റെ ഇടയിലുള്ള ജാം പോലെ അത് പ്രവർത്തിക്കും. ഇപ്പോൾ ഇന്നത്തെ POC ആയ 46,560 ജാം ഏരിയയാണ്. അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ എന്നത്തെ POC ആയ 14 മാർച്ചിലെ POC ആയ 47,040 ടാർഗറ്റ് അതാണ്. ഇനി താഴോട്ട് വരിക, അതായത് 46,560 താഴെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു POC ആയ 46,029 അല്ലെങ്കിൽ 28 ഈ POCയിലേക്കും ബാങ്ക് നിഫ്റ്റി പോകാം. നാളെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാങ്ക് നിഫ്റ്റി ആദ്യമേ പറഞ്ഞത്. മറ്റന്നാൾ തേഴ്സ്ഡേ വ്യാഴാഴ്ച വന്ന് നമ്മളെ നിഫ്റ്റിയുടെ എക്സ്പയറി, ഞാൻ നിഫ്റ്റി ആദ്യം പറയും. നിഫ്റ്റി ഇപ്പം ബാങ്ക് നിഫ്റ്റി 46,560 നമ്മളെ മിഡ് പോയിൻറ്റ്. അതിന് മുകളിൽ 47,040, അതിന് 46,560 താഴെ നമ്മൾ ഏത് ലെവലിലേക്ക് പോകും? 46,028 ലെവലിലേക്കും പോകും. ഇതാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സെല്ലേഴ്സിൻ്റെ ഹാൻഡിലാണ് ഇരിക്കുന്നത്. കാരണം അതുകൊണ്ട് മാത്രമാണ് അവൻ ഓരോ ദിവസവും കഴിയുന്നതോറും ലോയിലോട്ടാണ് അവൻ ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാളെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നു. കാം ബിഫോർ എ സ്റ്റോം ആയിരുന്നു എന്ന് എൻ്റെ പ്രൊഫൈൽ വെച്ച് എനിക്കൊരു തോന്നുന്നു. നാളെ നമ്മളെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നാളെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ പ്രൊഫൈലിലേക്ക് പോവാം. ഇപ്പോൾ നിഫ്റ്റിയുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയുടെ പ്രൊഫൈൽ ഞാൻ ഇന്നലെ പറഞ്ഞ എന്താണ് നിങ്ങൾ വ്യക്തമായി കേട്ട്. നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചു. എവിടെയാണ് സംഭവിച്ചത്? നിഫ്റ്റിയുടെ ഫെയിൽഡ് ഓപ്ഷൻ 22,018 എന്ന് പറഞ്ഞ ഈ ലെവലിൽ സംഭവിക്കുകയും ആ മുകളിലോട്ട് കയറി ഏകദേശം 22,135 ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു എന്താണ് അപ്പോ സിനാറിയോയിൽ അവ എത്ര പോവാം? 150ക്ക് മുകളിലാണെങ്കിൽ 22,260 പോകാമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. കാരണം എന്ത് പറ്റി? മാർക്കറ്റിൽ നിന്ന് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഓപ്പണിങ് ചെയ്തത് ഏകദേശം 22,050 റേഞ്ചിന് പോകും. 67 ഓപ്പൺ ചെയ്യുകയും അവൻ 22,95 വരെ പോയി തിരിച്ചിറങ്ങി. ആദ്യത്തെ 1 മണിക്കൂർ തന്നെ അവൻ ലോ വന്നു. എത്രയാണ്? 21,937 വരെ ലോ വന്നു. അവ ഈ 22,018 പൊട്ടി നേരെ 21,970 പൊട്ടി താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തു. പിന്നെ ഈ 21,970 പിന്നെ കണ്ടിട്ടില്ല. CPT ഒന്നും ടച്ച് ചെയ്ത് തിരിച്ചിറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. പക്ഷേ ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ബാങ്ക് നിഫ്റ്റിയെ പോലത്തെ പ്രൊഫൈലല്ല. ഇതിനെ നമ്മൾ ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്നാണ് പറഞ്ഞത്. കാരണം ബി പോലെ ഇരിക്കണം, കണ്ട ബി ഷേപ്ഡ് പ്രൊഫൈലിന് എന്നുവെച്ചാൽ ഒരു ഷോർട്ട് കവറിങ് പ്രൊഫൈലാണ്. ഷോർട്ട് കവറിംഗ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഷോർട്ട് ചെയ്ത മാതിരി താഴെ കവർ ചെയ്തെന്ന് അർത്ഥം. പക്ഷേ അത് നാളെ മാർക്കറ്റിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് മാത്രം നാളെ മൂവ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ടെന്ന് അർത്ഥം. സോ ഈ 21,922 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ POC ഒരു സ്റ്റിക്കി സോണായിട്ട് വർക്ക് ചെയ്യും. ഇതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ 21,971, സെക്കൻഡ് ലെവലായ 21,994, തേർഡ് ലെവലായ 22,50, അതിന് മുകളിൽ ഇന്നലത്തെ POC ആയ 22,114 ടെസ്റ്റ് ചെയ്യും. ഇത് മുകളിൽ നമ്മൾ അപ്പർ സിനാരിയോയിലേക്ക്. ഇനി നമുക്ക് ഡൗൺവേർഡ് സിനാരിയോയിലേക്ക് നോക്കാം. എന്താണ് ഇനി ഈ FA നെഗേറ്റ് ചെയ്തത് പ്രകാരം FAയുടെ നെഗേറ്റീവ് ടാർഗറ്റ് വന്ന് 21,776 അല്ല, 21,813. എനിക്ക് ചെറിയൊരു 25% ഒരു മിസ്റ്റേക്ക് പറ്റി. സോ നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 21,813 ആണ് FA ടാർഗറ്റ്. സ്ട്രെയിറ്റ് അവേ ഈ 21,920 താഴെ നിൽക്കുന്നിടത്തോളം കാലം ഇവ നേരെ ഏത് കൊണ്ടുവരും? നമുക്ക് ഈ 21,813 ഫസ്റ്റ് ടാർഗറ്റ് കൊണ്ടുവരും. അതിന് താഴെ സീരീസ് ഓഫ് ഡിമാൻഡ് ഉണ്ട് ഈ 21,793. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഡിമാൻഡ് 21,776. അതിന് താഴെ ഈ 21,731
അതിന് താഴെ ഈ 21,689 എന്ന പഴയ POC. ഈ 21,689 നിങ്ങളെ മനസ്സിലൊരു ഓർത്ത് വെച്ചോണം. ഇത് പൊട്ടുകയാണെങ്കിൽ സ്ട്രെയിറ്റ് അവേ 390-400 പോയിൻ്റ് ഫോളിൽ നിഫ്റ്റി വരും. പക്ഷേ സ്ലോ ഫാളായിരിക്കും വരുന്നത്. പക്ഷേ അതിന് താഴെ പിന്നെ ഡിമാൻഡ് ഉള്ളത് ആ ഏരിയയിൽ മാത്രമാണ്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ലക്ഷ്മണ രേഖയാണ് 21,689. അപ്പോൾ നാളെ നമ്മൾ സിനാരിയോ 21,920 മുകളിൽ ഓപ്പൺ ചെയ്യുമോ ഇല്ലെന്ന് നോക്കും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ 2 ലെവലിൽ നമുക്ക് വരാൻ പറ്റും. ഇനി നമുക്ക് ഈ ലെവലിനെ നമുക്കൊന്ന് നമ്മുടെ ചാർട്ടിലേക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചാർട്ട് എന്താണ്, നമ്മുടെ ചാർട്ടിലേക്കൊന്ന് മാർക്ക് ചെയ്യുമ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ ലെവലൊന്ന് ചാർട്ടിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്നത്തെ POC ആയ 21,920, ഈ POC ഇതാണ് 922. അതിന് മുകളിലാണെങ്കിൽ 21,971, 22,000 അടുപ്പിച്ച് 21,994, അതിന് മുകളിൽ 20,550, അതിന് മുകളിൽ ഇന്നലത്തെ POC ആയ 22,113. ഇത് താഴോട്ട് നമ്മളെ ഫസ്റ്റ് FIയുടെ ടാർഗറ്റ്, നെഗേറ്റ് ചെയ്ത ടാർഗറ്റ് 21,813, അതിന് താഴെ 21,776, അതിന് താഴെ 21,731, അതിന് താഴെ 21,689. ഈ ലെവലിൽ നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മുടെ നാളെ പ്രൊഫൈൽ ഈ ഒരു നമ്മുടെ ഈ ഏരിയയ്ക്ക് മുകളിൽ ഓപ്പൺ ചെയ്യുമോ ഇല്ലേ എന്നനുസരിച്ചായിരിക്കും ഡിപ്പെൻഡ് ചെയ്യണം. ഈ ഏരിയയ്ക്ക് മുകളിലാണോ താഴെയാണോ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കിയായിരിക്കും മാർക്കറ്റ് പെർഫോം ചെയ്യണത്. എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുക, ഈ ലെവൽ മാർക്ക് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി പ്ലേയേഴ്സ് ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക, ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പ്രൊഫൈൽ വല്ലാത്തൊരു ബാലൻസ്ഡ് പ്രൊഫൈലാണ്. ഒരു കാം ബിഫോർ എ സ്റ്റോം ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പ്രൊഫൈലിൻ്റെ ഫോർമേഷൻ വെച്ച്. കാരണം കഴിഞ്ഞ കുറേ ദിവസത്തെ ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് മൂവ്മെൻറ്റ് തന്നിട്ടില്ല. സോ അതുകൊണ്ട് ഒരു കാം ബിഫോർ എ സ്റ്റോം ആയിട്ട് നാളെ വേണമെങ്കിൽ മാർക്കറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാം. മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു ബിഗ് മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചൊന്ന് വാച്ച് ചെയ്യുക, ലോട്ട് സൈസ് കുറച്ച് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ ചാനൽ കൊടുക്കുക. അത് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നമുക്ക് അവരുടെ കമൻസും നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം നമുക്ക് വിലയേറിയ സപ്പോർട്ടാണ്. ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. ഞാൻ വിഷ്ണു ഗുപ്തൻ.